ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ യാത്ര കോതമംഗലത്ത് നിന്ന് 16 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഇഞ്ചത്തൊട്ടി ഹാങ്ങിങ് ബ്രിഡ്ജിലേക്കാണ്. പക്ഷേ നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ ഇഞ്ചത്തൊട്ടി അല്ല കേട്ടോ. അതിനിടയ്ക്കുള്ള അത്ര അറിയപ്പെടാത്ത ഒന്ന് രണ്ട് ഹിഡൻ സ്പോട്ടുകളാണ്. ഇതാണ് കേട്ടോ ഫസ്റ്റ് സ്പോട്ട്, കാളക്കടവ് എക്കോ പോയിന്റ്. കോതമംഗലത്ത് നിന്നും ഇഞ്ചത്തൊട്ടി പോകുന്ന വഴിക്ക് പാലമുട്ടൻ ജംഗ്ഷൻ കഴിഞ്ഞ് 1 കിലോമീറ്റർ പോകുമ്പോൾ കാണുന്ന ഇടത്തേക്കുള്ള വഴിക്ക് കയറിയാണ് ഇങ്ങോട്ടെത്തുന്നത്. ഇതൊരു എക്കോ പോയിൻ്റാണ്. ഈ ഒഴുകുന്ന പെരിയാറിൻ്റെ അപ്പുറത്ത് കാണുന്ന തട്ടേക്കുട ഫോറസ്റ്റ് ആണ് കേട്ടോ. ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ ഇറങ്ങാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അപ്പുറത്ത് കാണുന്ന ഈ പച്ചപ്പും ഈ ടൈമിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. ഇതൊരു എക്കോ പോയിൻ്റായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അത്ര ഫേമസ് ആവാത്ത ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അത് മാറുമൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. അടുത്ത സ്പോട്ട് ഈ ഒരു ബംഗ്ലാവാണ് കേട്ടോ. കാളക്കടവ് എക്കോ പോയിന്റിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരു 100 മീറ്റർ ഉള്ളിലോട്ട് കയറിയാണ് ഈ സ്പോട്ട് വരുന്നത്. ടിപ്പറ്റ് എന്ന സായിപ്പ് നമുക്ക് സമ്മാനിച്ച ബംഗ്ലാവ്. കേരളത്തിൻ്റെ ആദ്യത്തെ റബ്ബർ പ്ലാന്റേഷൻ എവിടെയായിരുന്നു. വന്യമൃഗശല്യം ഒരുപാടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇരുമ്പിൻ്റെ ഏടറിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. പഴയ രീതിയിലുള്ള ലൈറ്റുകളും മറ്റുമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബംഗ്ലാവിനുള്ളിൽ സ്വിമ്മിംഗ് പൂളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇതൊന്ന് പുതുക്കി പണിതിട്ടുണ്ട്. പെരിയാറിൻ്റെ തീരത്ത് തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അകത്ത് കയറാനുള്ള പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറുന്നില്ല കേട്ടോ. ഈ കാണുന്നത് പഴയ പോസ്റ്റ് ഓഫീസാണ് കേട്ടോ. ഇതാണ് തട്ടേക്കാട് പോസ്റ്റ് ഓഫീസ്. ഇപ്പോൾ പാലമറ്റാണ് പോസ്റ്റ് ഓഫീസ്. ഇവിടെ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് 99 വെള്ളപ്പൊക്കത്തിൻ്റെ വാട്ടർ ലെവലാണ് കേട്ടോ. 50 വർഷം പഴക്കമുള്ള അരളിമരം വരെ ഇവിടെയുണ്ട്. ഇവിടെ വലുതും ചെറുതുമായ ഒരുപാട് റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇത് ഇഞ്ചത്തൊട്ടി. ഇഞ്ചത്തൊട്ടിക്ക് ശരിക്കും 2 സീസണാണുള്ളത്. ഒന്ന് നമ്മളെപ്പോഴും കാണുന്ന ഹാങ്ങിങ് ബ്രിഡ്ജും പെരിയാറും. ഇപ്പോഴത്തെ അട്രാക്ഷൻ ശരിക്കും ഈ പുൽത്തകിട് തന്നെയാണ്. ഒരുപാട് സിനിമകൾ ചിത്രീകരിച്ചിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. പഴയകാല സിനിമകൾ മുതൽ ഇപ്പോഴത്തെ സിനിമകൾ വരെ. ഏറ്റവും വലിയ ഹാങ്ങിങ് ബ്രിഡ്ജാണ് കേട്ടോ ഇഞ്ചത്തൊട്ടി ഹാങ്ങിങ് ബ്രിഡ്ജ്. പെരിയാറിന് കുറുകെയാണ് ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത്. പെരിയാറിൽ നിറയെ വെള്ളമുള്ള ടൈമിലാണെങ്കിലും ഇതുപോലെ വെള്ളം കുറവുള്ള ടൈമിലാണെങ്കിലും ഭംഗിക്കൊന്നും യാതൊരു വിധ കുറവും ഇല്ല കേട്ടോ.
നമ്മുടെ അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് ഇഞ്ചത്തൊട്ടിയുടെ മറുവശമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇഞ്ചത്തൊട്ടി ഹാങ്ങിങ് ബ്രിഡ്ജ് കയറി അങ്ങാപ്പുറം പോയാൽ മതി. പക്ഷെ നമ്മൾ പോകുന്നത് നേര്യമംഗലം വഴിയാണ്. അതായത് ഇഞ്ചത്തൊട്ടിയിൽ നിന്ന് 9 കിലോമീറ്റർ ചെന്നാൽ നേര്യമംഗലമാണ്. നേര്യമംഗലം പാലം കയറി ചെല്ലുമ്പോൾ ഇടത്തോട്ടുള്ള വഴി കയറിയാൽ ഒരു ഫോറസ്റ്റ് റോഡാണ്. മാമലക്കണ്ടം പോലെ തന്നെ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണിത്. അധികം ആരും അറിയാത്തൊരു സ്പോട്ട് തന്നെയാണിത്. പക്ഷേ ഇതിൽ കൂടെയുള്ള യാത്ര അമ്പോ പറയാതെ വയ്യ. ഈ കാടിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോൾ കൂടെ മഴയും വന്നു. കാടും മഴയും, ആഹാ എന്താ കോമ്പിനേഷൻ അല്ലേ. പക്ഷേ മഴ കാരണം അധികം പുറത്തിറങ്ങാൻ പറ്റിയില്ല. അധികം സ്പോട്ടുകളൊന്നും നമുക്ക് കിട്ടിയില്ല. ആ കാട് കഴിഞ്ഞ് എനിക്ക് കയറിയപ്പോൾ കിട്ടിയതാട്ടോ ഈ വെള്ളച്ചാട്ടം. നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടം. ഇത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. പക്ഷേ കാടിനെയും ശരിക്കും ഈ നാടിനെയും വേർതിരിക്കുന്ന ഒരു സ്ഥാനം തന്നെയാണ് ഈ വെള്ളച്ചാട്ടം എന്ന് പറയും. അത്ര മനോഹരമായൊരു വെള്ളച്ചാട്ടം തന്നെയാണ് കേട്ടോ. ഇനി അങ്ങോട്ടേക്ക് പോയാൽ ഇടയ്ക്ക് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് കിട്ടിയെങ്കിലും ഏറ്റവും മെയിനായിട്ടുള്ള വെള്ളച്ചാട്ടം ഇത് തന്നെയായിരുന്നു. പിന്നെ മഴ കാരണം അതൊന്നും പുറത്തിറങ്ങാനും നമുക്ക് സാധിച്ചില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.